തൃശൂർ പൂര വിളംബര ചടങ്ങ് ഇന്ന് നടക്കും. നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരം നട തുറന്ന് നിലപാട് തറയിലെത്തി പൂരം വിളംബരം ചെയ്യും. കൊമ്പൻ എറണാകുളം ശിവകുമാറാണ് ഇത്തവണയും നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റുന്നത്. KB ശ്രീധരൻ വിവരങ്ങളുമായി അവിടെ നിന്നും ചേരുന്നുണ്ട്. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് പൂര വിളംബരമാണ്, വലിയ ആഘോഷങ്ങളില്ല, ആചാരം മാത്രമാണ് ഇത്തവണ പൂരം. എങ്കിലും ഒരുക്കങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. ഏതായാലും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ പുത്തൂർ നെയ്തലക്കാവിലമ്മ പൂരമായി എന്ന് അറിയിക്കുന്നതിന് വേണ്ടി പുറത്തേക്ക് എഴുന്നള്ളുകയാണ്. ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ശേഷം ഇപ്പോൾ ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളത്ത് ആരംഭിക്കുകയാണ്. ഏതാണ്ട് 8:30-ക്ക് ശേഷം ഈ പുറത്തേക്ക് എഴുന്നള്ളും. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എറണാകുളം ശിവകുമാറിൻ്റെ പുറത്തേറിയാണ് നെയ്തലക്കാവിലമ്മയുടെ എഴുന്നള്ളത്ത്. പുത്തൂർ ദേശം ഒന്നാകെ വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തും. അതായത് ഇതോടുകൂടി തൃശ്ശൂർ പൂരത്തിൻ്റെ ദേശവഴികളെല്ലാം പൂരവഴികളായി മാറുന്ന ഒരു കാഴ്ചയാണ് ഇതിന് ശേഷം ഇനി കാണാൻ ഇരിക്കുന്നത്. ഏതായാലും ഇത്തവണ പൂരത്തിന് പൊലിമ കുറവാണ് എന്ന് പറയുമ്പോൾ പോലും ഈ ദേശക്കാരെല്ലാം, അതായത് ഒരു അനുഷ്ഠാനം എന്ന പോലെ തന്നെ ഈ നെയ്തലക്കാവ് ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അല്പസമയത്തിനകം തന്നെ പുറപ്പെടും. ഏതാണ്ട് 11 മണിയോടുകൂടി വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്ന വിധമാണ് നിലവിലെ ക്രമീകരണം. ഒരുപക്ഷെ അത് വൈകാനും ഇടയുണ്ട്. കനത്ത ചൂടാണ്. അതുകൊണ്ട് തന്നെ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയ ശേഷം മാത്രമാണ് ഇപ്പോൾ ഈ എഴുന്നള്ളത്ത് നടക്കുന്നത്. ദൃശ്യങ്ങൾ കാണുന്നു. നെയ്തലക്കാവിലമ്മയുടെ ഇടമ്പ് ഏറ്റിയ കോലം ഇപ്പോൾ എറണാകുളം ശിവകുമാറിൻ്റെ ശിരസിലേക്ക് കയറ്റുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റുകയാണ്. അവിടെ നിന്നും എറണാകുളം ശിവകുമാർ എന്ന കൊമ്പൻ അമ്മയുടെ തിടമ്പേറ്റി പൂര വിളംബരത്തിനായി പുറപ്പെടും. വിശദാംശങ്ങളാണ് KB ശ്രീധരൻ നൽകുന്നത്. ചടങ്ങുകൾ അവിടെ നടക്കുകയാണ്. ശ്രീധരൻ, ഈ പൂര വിളംബരം എപ്പോഴാണ്? 12 മണിയോട് കൂടിയായിരിക്കും പൂര വിളംബരം നടക്കുക. അല്പസമയത്തിന് തന്നെ ഇവിടെ നിന്ന് നെയ്തലക്കാവ് ഭഗവതി പുറപ്പെടും. അതിനുശേഷം ഏതാണ്ട് 11 മണിയോട് കൂടി തന്നെ മണികണ്ഠനാൽ തറയിലെത്തും. അവിടെ മേളത്തോട് കൂടിയാണ് അകത്തേക്കുള്ള ആരംഭിക്കുക. തുടർന്ന് വടക്കുന്നാഥ ക്ഷേത്രത്തിന് അകത്ത് കയറി തെക്കേ ഗോപുരം വഴി പുറത്തേക്ക് ഇറങ്ങും. ഈ തെക്കേ ഗോപുരം വഴി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് തെക്കോട്ടിറക്കം ആരംഭിക്കുക. അതായത് നാളെ നടക്കാനിരിക്കുന്ന വലിയ വർണ്ണാഭമായിട്ടുള്ള തെക്കോട്ടിറക്കത്തിന് ഒരു മുന്നോടിയായി പൂരം തുടങ്ങുകയാണ് എന്ന് അറിയിച്ചുകൊണ്ട് എറണാകുളം ശിവകുമാർ എന്ന കൊമ്പന്റെ ചുമലിലേറിയാണ് അമ്മയുടെ തിടമ്പ് ഏറ്റിക്കൊണ്ട് എറണാകുളം ശിവകുമാർ പൂര വിളംബരത്തിനായി വരുന്നത്. ചടങ്ങുകൾ അവിടെ പുരോഗമിക്കുന്നു. KB ശ്രീധരൻ വിശദാംശങ്ങൾ പങ്കുവച്ചത്. 12 മണിക്കാണ് പൂര വിളംബരം നടക്കുന്നത്.